ഇവിടെ കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാടിൻ്റെ ഭാഗമായി വരുന്ന ഈ മാറ്റം, ആ മാറ്റം അതേ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷനിൽ കഴിയുന്നുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് നാം പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വലിയ തോതിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായത്. ഇവിടെ എല്ലാ രീതിയിലും വികസന പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരു പ്രതിനിധിയാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിന് തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ അടക്കം ഉൾപ്പെടുന്നതാണ് ഈ നിയമസഭാ മണ്ഡലം. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ സഹായം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് പോലും ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഒരു സമീപനമല്ലേ കോർപ്പറേഷൻ തുറന്നുപോയത്. ഇവിടെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സൗകര്യങ്ങൾ, കുടിവെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ, ഇതിനെല്ലാം മറ്റു പല തദ്ദേശഭരണ സ്ഥാപനങ്ങളും വലിയ മികവാണ് നേടിയിട്ടുള്ളത്. ആ മികവിലേക്ക് ഉയരാൻ ഇവിടെ കഴിഞ്ഞില്ല എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും പല തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും വയോജനങ്ങൾക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ സ്തുത്യർഹമായ രീതിയിലാണ് നടക്കുന്നത്. എന്ത് പങ്കാണ് ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞത്? നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് പലയിടങ്ങളിലും അനുഭവപ്പെടാറുണ്ട്, പ്രത്യേകിച്ച് നഗരങ്ങളിലാണ്. ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് പറയേണ്ടതില്ലല്ലോ, എല്ലാവരും അനുഭവിക്കുന്നതാണ്. അത് കണ്ടുകൊണ്ടാണ് നേരത്തെ സർക്കാർ ഒരു സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി അംഗീകരിച്ചത്. ആ പദ്ധതി സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കേണ്ടത് കോർപ്പറേഷനാണ്. പക്ഷെ ഉണ്ടായോ ആ പ്രവർത്തനം? മുടക്കാനല്ലേ ശ്രമിച്ചത്? പലയിടത്തും UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മുടക്കാൻ ശ്രമം നടന്നില്ലേ? ഇവിടെ നേരത്തെ മേയറുടെ കാര്യവും പറയുന്നത് കേട്ടല്ലോ. എന്താണിത്? നാടിന് വികസനം വരണ്ടേ? അത് റോഡ് നന്നാവണ്ടേ? അതിന് പുരോഗതി ഉണ്ടാവണ്ടേ? റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി കാര്യങ്ങൾ നടത്താൻ പുറപ്പെടുമ്പോൾ ആ നടത്തുന്നവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? അതിനെ തടസ്സപ്പെടുത്താനാണോ നിൽക്കേണ്ടത്? നമ്മുടെ ഒരു മേൽപ്പാലം, ആ മേൽപ്പാലത്തിനെതിരെ, മേൽപ്പാലമൊക്കെ നാടിൻ്റെ ആവശ്യമല്ലേ? യഥാർത്ഥത്തില് അതിനുവേണ്ടിയല്ലേ കോർപ്പറേഷൻ നിലകൊള്ളുന്നത്? മേയറൊക്കെ അത് നടപ്പാക്കാനല്ലേ മുൻകൈ എടുക്കേണ്ടത്? പക്ഷെ ഇവിടെ അത് തടയാനുള്ള സമരം ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷന്റെ മേയർ തന്നെ, അദ്ദേഹം മുൻ മേയറാണെന്ന് പറയാം, അങ്ങനെ ഒരു സ്ഥാനത്ത് ഇരുന്നയാളടക്കം പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു
ഗതികേടാണെന്ന് നോക്കണം. ഇവിടെ ഒരു ഫ്ലൈ ഓവർ ആ കാര്യത്തിലും ഇതേ നിലയല്ലേ ഉണ്ടായത്. നമ്മുടെ ഈ സ്റ്റേഡിയം എത്ര മനോഹരമായ സ്റ്റേഡിയമാണ്. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 2016 കാലത്തെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അന്നതിൻ്റെ ചുമതല വഹിച്ച ആളും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്താ ചെയ്തത്? സ്റ്റേഡിയം നന്നാക്കാൻ വേണ്ടി അന്ന് സർക്കാർ 12 കോടി രൂപയുടെ പദ്ധതിയാണ് അനുവദിച്ചത്. പക്ഷേ തീർത്തും തള്ളിക്കളയുന്ന രീതി. ഇതാണോ നമുക്ക് ആവശ്യം? കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളെ പോലെ തന്നെ വികസനം കണ്ണൂർ നഗരത്തിനും വേണ്ടേ? നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് വേണ്ടേ? അത് യഥാർത്ഥത്തിൽ നമ്മുടെ അനുഭവത്തിൽ LDF-ന് മാത്രമേ ആ ചുമതല നിർവഹിക്കാനാവൂ. ഈ തെരഞ്ഞെടുപ്പിൽ LDF എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം കണ്ണൂർ നഗരത്തിലെ വോട്ടർമാരുടെ മുന്നിൽ LDF അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളതല്ല. LDF കണ്ണൂർ കോർപ്പറേഷന്റെ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാനുള്ളവയാണ്. നടപ്പാക്കാനുള്ളത് മാത്രമേ ഞങ്ങൾ പറയൂ. ഞങ്ങൾ പറഞ്ഞോ അത് നടപ്പാക്കുകയും ചെയ്യും. ഇതാണ് കേരളത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് പഴയ ചരിത്രം എന്തോ ആകട്ടെ, പുതിയ ചരിത്രം നമുക്ക് രചിക്കാം. കണ്ണൂരിലെ ജനങ്ങൾ അതിന് തയ്യാറായി മുന്നോട്ട് വരണം. ഇവിടെയുള്ള ദുരവസ്ഥക്ക് അന്ത്യം കുറിക്കാനാവണം. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല തോതിൽ വിജയിപ്പിക്കുക